ഉറച്ച തീരുമാനം തന്നെയാണോ നീ ഇവിടുന്ന് പോകുന്നത്? എന്റെ ഭാര്യ പറഞ്ഞായിരിക്കും ഇവിടുന്ന് പോകണമെന്ന് അല്ലേ? അല്ല, എന്റെ തീരുമാനമാണ്. അവളെ ഇനി പഴി പറയണ്ട. ഞാനെടുത്ത തീരുമാനമാണ്. ഓ, ഞാൻ ആരെയും പഴി പറയുന്നൊന്നുമില്ല. എന്റെ ഭാര്യ പറഞ്ഞാലും നീ എടുത്താലും എനിക്കൊന്നുമില്ല. ഭാര്യ വീട്ടിലായിരിക്കും പോകുന്നത് അല്ലേ? അല്ലാതെ എവിടെ പോനാ? നാണമില്ലല്ലോ. ഭാര്യ വീട്ടിലല്ല, ഞാനൊരു ചെറിയൊരു വാടക വീട് എടുത്തിട്ടുണ്ട്. തൽക്കാലം അങ്ങോട്ട് മാറുക. പിന്നെ ഉമ്മാക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരും. അവിടെ ഒരു വിലക്കും ഇല്ല. ഓ പിന്നെ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുവല്ലേ നിന്റെ വാടക വീട്ടിലോട്ട്, പ്രത്യേകിച്ച് നിന്റെ ഭാര്യയുടെ കൂടെ. എന്നെ കിട്ടത്തില്ല അതിനൊന്നും. എന്നെ പൊന്നുപോലെ നോക്കാനായിട്ട് പറ്റിയ ഒരു മരുമോള് വന്നിട്ടുണ്ട്. അവൾ എന്റെ പൊന്നുപോലെ നോക്കിക്കോളും. നിന്റെ ഭാര്യയുടെ കാൽക്കീഴി വരേണ്ട ഒരാവശ്യമൊന്നും ഇല്ല. വരാനിരിക്കുന്നു. നീ എവിടാന്ന് വെച്ചാ നീ പോ. നീ നിന്റെ ഭാര്യയുടെ വാക്കും കേട്ട് നീ ഇറങ്ങിപ്പോ. നീ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ അവിടെ വാക്കും കേട്ടിട്ട്. നിന്റെ പെറ്റതള്ളയാ പറയുന്നത്. അവിടെ വെച്ചാ പോ, ചെല്ല്. എന്റെ ഭാര്യയുടെ വാക്കും കേട്ട് അവന് ഇറങ്ങിയിരിക്കുവല്ലേ. ആരോട് പറയാൻ? അത് ഞാൻ എന്ത് ചെയ്തിട്ടാ ഇവനിപ്പോ ഈ ഇറങ്ങിപ്പോയിരിക്കുന്നത്? ഓ, ആ മോളെ എണീറ്റോ? ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ഉമ്മ. പിന്നെ മോള് ചായയൊക്കെ ഒന്ന് കുടിച്ചിട്ട് മോള് ആ മുറ്റമൊക്കെ ഒന്ന് തൂത്തുവാരേ. നിറച്ചും പൊടിയാ. ഇനി വെയില് ഉദിക്കുന്നതിന് മുമ്പ് മോളാ മുറ്റമൊക്കെ ഒന്ന് തൂത്തുവാരേ. അതുമ്മ എനിക്ക് നേരത്തെ എണീറ്റ് ശീലമൊന്നുമില്ല. പിന്നെ എനിക്ക് മുറ്റം അടിക്കാനേ പറ്റത്തില്ല. പൊടിയൊക്കെ എനിക്ക് അലർജിയാ. അതുകൊണ്ടാ. ഉമ്മ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഉമ്മ തന്നെ മുറ്റം അടിച്ച. ആ, തുണി കഴുകിയോ? ഇല്ല മോളെ, കഴുകിയില്ല. എന്താ മോളെ? അന്ന് മോളെ നിൽക്കണേ, ഒരു മിനിറ്റ്. തുണി കഴുകാനായിരിക്കും. എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ അല്ല, ജോലിയൊക്കെ ചെയ്യുന്ന കൂട്ടത്തില്ല. എന്നാ മൈദേ വലിയ അഴുക്കൊന്നുമില്ല. ചുമ്മാ അതൊന്ന് ഞടി കഴുകിയിട്ടാൽ മതി. എന്തായാലും ചുമ്മാ തുണി കഴുകാൻ പോലും. ഇതും കൂടെ ഒന്ന് കഴുകിയിട്ടേക്കണേ. ആ ആ നീ ഇരിക്ക്. ഓ, എന്തോ പറയാനാ. ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്ത് ചെയ്ത് എനിക്ക് തീരെ വയ്യ. എന്താണ് ഉമ്മാക്കൊരു മുഖത്തൊരു ക്ഷീണം? ആകപ്പാടങ്ങ് ക്ഷീണിച്ചു പോയല്ലോ ആള്. എന്ത് പറ്റി? നേരെ വെളുക്കുമ്പോൾ കയറുന്ന അടുക്കളയിൽ എൻ്റെ ഇളയ മരുമോൾ എന്നെ നല്ലതുപോലെ നോക്കുന്നുണ്ടേ. പരമാനന്ദ സുഖം. വീട്ടിലകത്തെ ജോലിയും പുറത്തെ ജോലിയൊക്കെ ചെയ്ത് ചെയ്ത് തീരെ വയ്യ എനിക്ക്. ഓ, ഇളയ മരുമോള് നോക്കുന്നോണ്ടായിരിക്കും ഇത്ര നല്ല ക്ഷീണം. അത് നല്ല അനുസരണയുള്ള ഒരു മോളാ. ഞാനിവിടെ വന്നപ്പോ അവിടുത്തെ പറഞ്ഞതുപോലെ ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഇതൊക്കെ ഇവിടെ ചെയ്യാൻ ആളുണ്ട്. കഴുത്തേലും കാതേലും ഒക്കെ സ്വർണ്ണം ഇട്ട് വന്നിരിക്കുന്നേ ഇവിടെ ജോലി ചെയ്യാനൊന്നും അല്ല. നീ എവിടെയെങ്കിലും മാറിയിരിക്കും അവിടെ. അതൊന്നും ഇല്ലാത്തവർ ഇവിടെ ഉണ്ട്. അവർക്ക് ഇതൊക്കെ ചെയ്യും. ഹാ, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. സാരമില്ല. ഞാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കുറച്ച് കാശ് വേണമ്മ. ഞങ്ങളുടെ അടുക്കള വശത്ത് അവിടെ ഇച്ചിരി പണിയുണ്ട്. അതും കൂടെ ഒന്ന് തീർത്ത് കഴിഞ്ഞാൽ വീട് പൂർത്തിയായി. ഒരു കാര്യം ചെയ്, മടയിലില്ലെന്ന് എനിക്കറിയാം. അവിടുത്തെ ഒന്ന് ചോദിച്ചു നോക്ക്. കാശായിട്ടോ സ്വർണ്ണമായിട്ടോ. കാശായിട്ടൊന്നും കാണത്തില്ലായിരിക്കും. എന്തെങ്കിലും സ്വർണ്ണം എന്തെങ്കിലും മേടിച്ചാൽ മതി. പണയം വെച്ചിട്ട് ഉടനെ എടുത്ത് കൊടുക്കാം ഞാൻ. 2 വള എന്തെങ്കിലും ഒന്ന് മേടിച്ചതാ. ഇന്നാളല്ലേ നീ മറ്റേവിടെ സ്വർണം മേടിച്ചോണ്ട് പോയിട്ട് നിന്റെ അടുക്കളയുടെ ഏതാണ്ട് ഭാഗവും കണ്ട് വൃത്തിയാക്കാനെന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോയിട്ട് പിന്നെ ഇതോർക്കും അതൊന്നും കണ്ടില്ല. നീ ഇവിടുന്ന് സ്വർണം മേടിച്ചത് എനിക്ക് എന്ത് ചെയ്യാനാ? ഹോ, അപ്പൊ ഉമ്മായും കണക്ക് പറയുന്നൊക്കെ തുടങ്ങി. എൻ്റെ ഉമ്മ അടുത്തൊക്കെ വന്ന് ഞാൻ പണമായിട്ടും ഒക്കെ ചോദിക്കുന്നതൊക്കെ ഉമ്മ ഇപ്പൊ കണക്ക് വെച്ചിട്ട് എനിക്ക് തരുന്നല്ലേ. എൻ്റെ തെറ്റ്. എൻ്റെ വീട്ടുകാരെന്നും പറഞ്ഞുകൊണ്ട് എന്തൊരു ആവശ്യം വന്നാൽ ആദ്യം എത്തുന്നത് എൻ്റെ വീട്ടിലെ ആൾക്കാരുടെ. ആങ്ങളമാർത്തും എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അവർക്ക് എന്തെങ്കിലും ചോദിച്ചാൽ അവരപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ മറുപടി പറയും. അത് ഉമ്മ ആകുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാം മേടിച്ച് തരുമെന്ന് വിചാരിച്ചിട്ടാ. അപ്പം ഉമ്മയും കണക്ക് വെച്ചിട്ടാ പറയുന്നല്ലേ. എനിക്കല്ലെങ്കിലും അറിയാം ഞാനൊരു കരിയാപ്പില്. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ലെങ്കിലും എനിക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ. ഞാൻ ചോദിക്കട്ടെ അവിടുത്തെ. ഞാൻ ചോദിച്ചാൽ അവള് തരും. നീ ഇവിടെ നിൽക്ക്. മോളെ
ഇത് ആരാ വന്നിരിക്കുന്നു നോക്കിക്കേ. ഇങ്ങോട്ടൊന്ന് വന്നേ. ആ നാത്തൂനോ? നാത്തൂനെപ്പോ വന്നു? ഞാൻ വന്നതേ ഉള്ളൂ, കുറച്ചു നേരമായി. ആ മോളെ, ഇവക്ക് എന്തോ ഒരു അത്യാവശ്യം. അവിടെ വീടിന്റെ എന്തോ ഒന്ന് ചെറിയൊരു പണിയുണ്ട്. ആം, മോളെ സ്വർണത്തിൽ നിന്ന് എന്തെങ്കിലും രണ്ട് വളയോ എന്തെങ്കിലും നോക്കൊന്ന് കൊടുക്ക്. അവള് പണയം വെച്ചിട്ട് ആ കാര്യം ഒന്ന് കിടത്തി പെട്ടെന്ന് എടുത്തു വരും. മോൾ അവളൊന്ന് സഹായിക്കേ. എന്നിട്ട് വലിയൊരു അത്യാവശ്യമാണ്. ആ വീടിന്റെ ഏതാണ്ട് ഇച്ചിരി പണിയാ. ഉം. എന്റെ സ്വർണോ? എന്റെ സ്വർണം തരാൻ പറ്റില്ല. ഓഹോ, നീ ഇപ്പൊ ഉമ്മാടെ നേരെ മുഖത്ത് നോക്കിയൊക്കെ വർത്താനൊക്കെ പറയാൻ തുടങ്ങിയല്ലോ. അത് കൊള്ളാം. തലക്കേറ്റി വെച്ചതിന്റെ ഗുണമായിരിക്കും ഇപ്പൊ അവള് സാമർത്ഥ്യം പറയുന്ന ഉമ്മടുത്ത്. നീ ആള് കൊള്ളാമല്ലേ. മുഖത്ത് നോക്കി പറയേണ്ട കാര്യങ്ങൾ നമ്മൾ മുഖത്ത് നോക്കി പറയണം. അത് പിന്നത്തേക്ക് വെച്ചേക്കരുത്. എന്റെ സ്വർണം അങ്ങനെ ആർക്കും തരാനും പറ്റത്തൊന്നുമില്ല. ഏ അതെന്താ? നിന്റെ ഈ ശീലങ്ങളെ നിന്റെ വീട്ടിൽ വെച്ചിരുന്നാ മതി. ഇവിടെ ചെലവാത്തൊന്നുമില്ല. ഏ എന്നോട് സാമർത്ഥ്യം കാണിക്കരുത്. എന്റെ ഇഷ്ടമാണ് ഞാൻ സ്വർണം തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. എന്റെ വാപ്പ കഷ്ടപ്പെട്ട് എനിക്ക് തന്ന സ്വർണ്ണമാണ്. അത് നിന്റെ ഓരോ ആവശ്യത്തിനും തരാൻ പറ്റത്തൊന്നുമില്ല. അതാര് പറഞ്ഞാലും. അത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ തന്നെ കണ്ടെത്തുക. എന്റെ സ്വർണം കൊണ്ട് നിങ്ങൾ ആവശ്യങ്ങളൊന്നും കണ്ടെത്തണ്ട. മോള് സമയം കളയാതെ സ്ഥലം വിട്ടോ. ഒന്ന് നിർത്തി രണ്ടുപേരും. ഉമ്മ തലക്കേറ്റി വെച്ചിരുന്നോ? ഇതേ ഒരു വിശപ്പാമ്പാ. ഉമ്മ എനിക്കിടന്ന് ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോഴേ അവള് സാമർത്ഥ്യം എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട, ഞാൻ എന്തെന്ന് ചെയ്തോളാം. പിന്നെ അങ്ങോട്ടും വരാൻ നിൽക്കണ്ട. മൂത്ത മോളെ എങ്ങനെയൊക്കെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടതല്ലേ, അനുഭവിച്ചോ. ഇളയ മോളെ കൊണ്ട്, മരുമോളെ കൊണ്ട്. പോട്ടെ ഞാൻ. പിന്നെ ഒരു കാര്യം, എന്റെ സ്വർണത്തിൽ ആരും കണ്ണു വെക്കണ്ട. അത് മോഹിച്ചാരോ ആരും എന്നോട് കപട സ്നേഹവും കാണിക്കണ്ട. അത് എല്ലാവരും ഓർത്താ കൊള്ളാം. ആരേത്? ഉമ്മായോ? എന്താമ്മ ഇത്? ഇതെന്തൊരു കോലം ഉമ്മയ്ക്ക്? കേറി വാ. ഉമ്മ ഇവിടെ ഇരുന്നോളാം മോളെ. എനിക്ക് തീരെ വയ്യ. എനിക്ക് തെറ്റുപറ്റി മോളെ. നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു. സ്വർണത്തിന്റെ പേരിലും പണത്തിന്റെ പേരിലൊക്കെ ഒരുപാട് നിന്നെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. അതിനെനിക്കിപ്പോൾ ശിക്ഷയും കിട്ടി. മോളെ കഴിഞ്ഞിട്ട് ഞാൻ അവളെ സ്നേഹിച്ചതാ. പക്ഷെ അത് വയ്യ എനിക്ക്. അതൊന്നും സാരമില്ല ഉമ്മ, അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നു. ഞാൻ ഉമ്മ കയറി വാ. ഉമ്മക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വരട്ടെ, ചായയോ വെള്ളം എന്തെങ്കിലും. ഇപ്പൊ ഒന്നും വേണ്ട മോളെ ഉമ്മയ്ക്ക്. ഞാൻ വരുന്ന വഴിയിൽ ഇച്ചിരി വെള്ളം മേടിച്ചു കുടിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. ഇനി എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല മോളെ. എനിക്കിപ്പോൾ ആ വീട്ടിൽ നിൽക്കാൻ പേടിയാ. ഇപ്പൊ അവിടെ ഭരിക്കുന്നത് ഞാനല്ല, അവിടെ ഭരണം ആ വീട്ടില്. അവനാണെങ്കിൽ ഒന്നും മിണ്ടത്തുമില്ല. എല്ലാത്തിനും ഞാൻ അനുഭവിക്കണം. നിന്നെ ഒരുപാട് ഇട്ട് ദ്രോഹിച്ചതല്ലേ. ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല മോളെ. ഞാനിവിടെ നിന്നോട്ടെ. അതിന് ഉമ്മ എന്തിനാ എന്നോട് അനുവാദം ചോദിക്കുന്നത്? ഉമ്മയ്ക്ക് എത്ര നാളാണെങ്കിലും ഇവിടെ നിൽക്കാമല്ലോ. മരണം വരെ ഉമ്മയ്ക്ക് നിൽക്കാം. പക്ഷേ ഉമ്മ നിൽക്കേണ്ടത് വീട് ഇതല്ലല്ലോ. ഉമ്മയുടെ സ്വന്തം വീട്ടിലല്ലേ, അവിടെ അല്ലേ നിൽക്കേണ്ടത്. മോളെ, നിനക്കും ഞാൻ ശല്യമാണല്ലേ. നിന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് ദ്രോഹമല്ലേ നിന്നോട് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഉമ്മാക്ക് അവിടെ പോകണ്ട മോളെ. അവിടെ എനിക്കിപ്പോൾ സ്വർണത്തിനോടോ പണത്തിനോടോ ഒരു ആർത്തിയോ ഒന്നുമില്ല. ഇപ്പം എനിക്ക് വേണ്ടത് സ്നേഹവും സമാധാനമായിട്ടുള്ളൊരു ജീവിതമാണ്. നിനക്കും എന്നോട് നിർത്താൻ പറ്റത്തില്ലല്ലേ. ഉമ്മയ്ക്ക് ഈ തിരിച്ചറിവാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് അവൾ ഉമ്മടുത്ത് അങ്ങനെയൊക്കെ കാണിച്ചത്. അല്ലാതെ ഉമ്മടുത്തൊക്കെ ദേഷ്യം ഉണ്ടായിട്ടല്ല, ഉമ്മയുടെ ഈ തിരിച്ചറിവിന് വേണ്ടിയിട്ടായിരുന്നു. നീ എന്തോ പറയുന്ന മോളെ? ഉമ്മായിക്ക് ഞാൻ ഒരാളെ കാണിച്ചു തരട്ടെ. ഇതാരാന്ന് നോക്കണം.
ഇവളോ? അപ്പൊ നീയും അവളും കൂടെ ചേർന്നാണെന്നല്ലേ രണ്ടുപേരും കൂടെ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത്? ഇനി എനിക്കൊന്നും പറയാനില്ല. ഉമ്മയെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ഉമ്മ എന്നോട് ക്ഷമിക്കണം. ഉമ്മയെ ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയൊക്കെ ചെയ്തത്. ഉമ്മ എന്നോട് ക്ഷമിക്കണം ഉമ്മ. പിന്നെ സ്ത്രീധനം അത് ഞാനല്ല ഇനി സൂക്ഷിക്കേണ്ടത്, ഉമ്മ തന്നെയാണ് അത് സൂക്ഷിക്കേണ്ടത്. അതിൻ്റെ അവകാശം ഉമ്മ തന്നെയാണ്. ഉമ്മ അത് സ്വീകരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഉമ്മ ആണ് ആ വീട്ടിൽ വേണ്ടത്. ഉമ്മയില്ലാത്ത വീട്ടിൽ ഇനി എനിക്ക് അവിടെ പോകാൻ ബുദ്ധിമുട്ടാണ്. ഉമ്മ ഇനി അവിടെ തിരിച്ചു വരണം. ഉമ്മ ഒരാളായിട്ട് അവിടെ ഇരുന്നാൽ മതി. ഈ ദ്രോഹിച്ചതിനൊക്കെ ഒരുപാട് എനിക്ക് മാപ്പ് തരണം ഉമ്മ. അവൾ ഉമ്മയെ ദ്രോഹിച്ചതല്ല ഉമ്മ. അവളോട് ഉമ്മക്ക് ഒരു പിണക്കവും ഉമ്മ വയ്ക്കണ്ട. ഉമ്മയുടെ കണ്ണിൽ സ്വർണത്തിൻ്റെയും പണത്തിൻ്റെ ഒക്കെ ഉമ്മക്ക് ആഗ്രഹം മൂടി കിടക്കുമായിരുന്നു, ആർത്തിയും ഒക്കെ. അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് അവൾ അങ്ങനെയൊക്കെ ഉമ്മടുത്ത് ചെയ്തത്. ഇച്ചിരി കഷ്ടപ്പെടുത്തിയെങ്കിലും ഞങ്ങൾ ആഗ്രഹിച്ചതുപോലത്തെ ഒരു ഉമ്മയെ ഞങ്ങൾക്ക് കിട്ടിയില്ലേ, അത് മതി ഞങ്ങൾക്ക്. എനിക്കിനി ഒന്നും വേണ്ട മക്കളെ. എനിക്കിപ്പോൾ സ്വർണത്തിനോടോ പണത്തിനോടോ ഒരാഗ്രഹവും എനിക്കിപ്പോൾ ഇല്ല. എന്തിനാ എനിക്കതൊക്കെ? അതിലൊന്നും അല്ല വലിയ കാര്യമെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് എൻ്റെ 2 മരുമക്കൾ. എൻ്റെ സ്വത്തുക്കൾ ഇനി പറയാൻ നിങ്ങളാ. എൻ്റെ അടുത്തും വലുത്തും നിങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് മാത്രം മതി ബാക്കി. ഇനി സ്നേഹത്തോടെ.